ശ്രീനഗറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ടാണ് ശ്രീനഗറിൽ. ഏറ്റവും ഒടുവിൽ വന്ന വിവരങ്ങൾ ഞാൻ പ്രേക്ഷകരോട് ബ്രീഫ് ചെയ്യാം. അഖ്നൂരിൽ ഒപ്പം തന്നെ RS പുരയിൽ ഒക്കെ ഷെല്ലിംഗ് തുടങ്ങി. രജൌരിയിലും വെടിവെപ്പ് തുടങ്ങി. നേരിയ ഷെല്ലാക്രമണം എന്ന നിലയിലാണ് പാകിസ്ഥാൻ തുടങ്ങിയതെങ്കിലും പെട്ടെന്ന് ഉധംപൂരിൽ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെടുകയായിരുന്നുവെന്ന് ANI റിപ്പോർട്ട് ചെയ്യുന്നു. ANIയുടെ റിപ്പോർട്ടാണ് ഉധംപൂരിലെ ഡ്രോണുകൾ. ഇത് ഞങ്ങളുടെ ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങളാണ്. പ്രേക്ഷകർക്ക് കാണാം, റെഡ് ലൈറ്റ് കാണാൻ സാധിക്കുന്നു. അത് ഡ്രോണിൻ്റെ ലൈറ്റാണ്. അത് നമ്മളുടെ ഡിഫൻസ് സിസ്റ്റം അത് ഒന്നിന് പിറകെ ഒന്നായിട്ട് ആ ഡ്രോണുകൾ വരുന്ന കാഴ്ച നോക്കൂ. ഒന്നിന് പിറകെ ഒന്നായി പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ നിന്ന് വരുന്ന ഡ്രോണുകളാണ്. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു കഴിഞ്ഞ് ഏകദേശം 7-8 ഡ്രോണുകൾ ഒരേ സമയം പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഒന്നിന് പിറകെ ഒന്നായി തുടരെ ഡ്രോണുകൾ ശ്രീനഗറിലേക്ക് വിടുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. ശ്രീനഗറിലേക്ക് ആദിൽ പാലോട്, ഇതുവരെയും ശ്രീനഗറിലേക്ക് അങ്ങനെ ഡ്രോണുകൾ അയച്ച് ഭീഷണിപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടില്ല. ഇതാണ് വിചിത്രമായിരിക്കുന്നത്. വെടിനിർത്തൽ കരാർ വന്ന് 3.5 മണിക്കൂറാകുമ്പോഴേക്കും പാകിസ്ഥാൻ അവരുടെ റോഗ് നേഷൻ, തെമ്മാടി രാഷ്ട്രമാണ് തങ്ങളെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണല്ലേ?